കേരള കോൺഗ്രസ് എം ജനറൽ സെക്രട്ടറി സ്റ്റീഫൻ ജോർജ് നമ്മുടെ ഉണ്ട്. ഇന്നിപ്പോൾ LDF-ന്റെ യോഗമുണ്ടായിരുന്നു. ജില്ലാ പഞ്ചായത്തുമായിട്ടുള്ള സീറ്റ് വിഭജനമായിരുന്നു. ഈ വിഭജനങ്ങളിലൊക്കെ ഒരു സമവായം ആയിട്ടുണ്ടോ? അല്ല, അവിടെ സമവായം എന്ന് പറഞ്ഞാൽ അതിന് വലിയ ബുദ്ധിമുട്ടില്ല. കാരണം നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം മത്സരിച്ച സീറ്റുകളൊക്കെ നിലനിൽക്കുകയാണല്ലോ. പിന്നെ ആകെ ഒരു പുതിയ സീറ്റ് ഉണ്ടായിട്ടുണ്ട്. അതിനെക്കുറിച്ചുള്ള അവകാശവാദം എല്ലാ പാർട്ടികളും ഉന്നയിച്ചിട്ടുണ്ട്. കേരള കോൺഗ്രസ് അത് നമുക്ക് ലഭിക്കേണ്ട ആവശ്യതയെക്കുറിച്ച് നമുക്ക് ജയിക്കാൻ കഴിയുന്ന സ്വാധീനമുള്ളൊരു സീറ്റാണ് പുതുതായിട്ട് വന്നിട്ടുള്ള സീറ്റ്. ആ നിലയിൽ ആ കാര്യങ്ങളൊക്കെ ഞങ്ങൾ കമ്മിറ്റിയിൽ LDF-ൻ്റെ കൺവീനർ ലോപ്പസ് സാറും ഞാനും ശ്രീ ജോസഫ് ചാമക്കാലയെല്ലാം ചേർന്ന് ആ കാര്യങ്ങൾ അവതരിപ്പിക്കുകയുണ്ടായി. മറ്റ് കക്ഷികളും അവിടെ ആവശ്യങ്ങളൊക്കെ ഉന്നയിച്ചു. പക്ഷേ ഞങ്ങളുടെ വിശ്വാസം തീർച്ചയായിട്ടും കോട്ടയം ജില്ലയായതുകൊണ്ടും അത്തരമൊരു പ്രത്യേക സീറ്റായതുകൊണ്ടും കേരള കോൺഗ്രസ് മേഖലയായതുകൊണ്ടും അത് ഞങ്ങൾക്ക് ലഭിക്കുമെന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. അധിക സീറ്റ് എന്നുള്ളത് തന്നെയല്ലേ അതിൽ ഉറച്ചു നിൽക്കുകയല്ലേ? അതിൽ തീർച്ചയായിട്ടും അതിൽ ഉറച്ചു നിൽക്കുമല്ലോ. ഉറച്ചു നിൽക്കും നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞിരുന്നു. കാരണം ഞാൻ ആദ്യം പറഞ്ഞതുപോലെ കഴിഞ്ഞ പ്രാവശ്യം വന്നത് ഇലക്ഷൻ സമയത്താണല്ലോ, അതിൻ്റെ ബുദ്ധിമുട്ടൊന്നുണ്ടായി. ഇപ്പോൾ അങ്ങനെ ഒരു പ്രശ്നം ഇല്ലല്ലോ, എല്ലാവർക്കും അവരുടെ സീറ്റുണ്ട്. അപ്പം LDF-നാണെങ്കിൽ പോലും പുതിയ സീറ്റ് നമുക്ക് തരുന്നതിന് ഇവിടെ ബുദ്ധിമുട്ട് വരികയില്ല. അതാണ് എൻ്റെ. CPI-യും CPM-ഉം ആ സീറ്റിന് വേണ്ടി രംഗത്തുണ്ട് എന്നുള്ളതൊരു പ്രതിസന്ധി ആവുന്നുണ്ടോ? അല്ല, പ്രതിസന്ധിയൊന്നുമില്ല. അത് പ്രതിസന്ധിയൊക്കെ പരിഹരിക്കും തീർച്ചയായിട്ടും. അത് എല്ലാവർക്കും ചോദിക്കാൻ അവകാശമുണ്ടല്ലോ, അത് അർഹതയുമുണ്ട്, അതൊന്നും നമുക്ക് തർക്കമില്ല. അതല്ല എങ്കിലും എല്ലാവരും ചേർന്ന് വിട്ടുവീഴ്ച ചെയ്ത് ഒരു ഐക്യത്തോടെ മുന്നോട്ട് പോകാൻ തീർച്ചയായിട്ടും അത് കേരള കോൺഗ്രസിന് നൽകുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കേരള കോൺഗ്രസ് എന്തായാലും ആ സീറ്റ് വിട്ടുകൊടുത്തിട്ടുള്ളൊരു നീക്കത്തിലേക്കില്ല എന്നുള്ളത്. അല്ല, അങ്ങനെ ഒരു വാശിയിലല്ല. ഞങ്ങളെല്ലാവരും യോജിച്ചു. ഇപ്പം ഇന്ന് നടത്തിയ ചർച്ച വളരെ കോടിയിലായിരുന്നു. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും വിട്ടുവീഴ്ച ചെയ്ത് ഓരോരുത്തരെ കൊണ്ട് ഓരോ പാർട്ടിക്ക് ഇന്നത് വിടാൻ പറ്റിയല്ല, ഇന്ന സീറ്റ് കിട്ടിയേ പറ്റൂ, ഇന്നത് വിടണം, അങ്ങനെയുള്ള ധാരണയുണ്ടല്ലോ. അതനുസരിച്ചുള്ള ചർച്ചയാണ് നടന്നിട്ടുള്ളത്. ഇപ്പം CPI ഞങ്ങളും തമ്മിലാണെങ്കിലും ബൈലാറ്ററൽ ഡിസ്കഷൻ വേണമെങ്കിൽ നടത്താം. ഞങ്ങളെ ഇഷ്ടമുള്ള സീറ്റുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറണമെങ്കിൽ മാറാം. രണ്ടുപേരും സമ്മതിക്കുന്ന സീറ്റുകൾ, അതല്ലാതെ ബലമായിട്ട് ഞങ്ങൾക്ക് ഇന്നത് മാറണം, അവർക്ക് ബലമായിട്ട് അങ്ങനെയുള്ള സംഭാഷണം ഇല്ല. രണ്ട് കൂട്ടർക്കും സ്വീകാര്യമായ സീറ്റുകൾ എന്തെങ്കിലും വേണമെങ്കിൽ വെച്ച് മാറുന്നതിന് വേണ്ടി പിന്നെ തയ്യാറാകുകയുണ്ടായി. CPM-ഉം കേരള കോൺഗ്രസും തമ്മിൽ അങ്ങനെ ഒരു വെച്ചുമാറ്റം ആവശ്യമില്ല എന്ന് രണ്ട് കക്ഷികളും തീരുമാനിക്കുകയുണ്ടായി. കാരണം ഇപ്പോൾ CPM മത്സരിക്കുന്ന സീറ്റിൽ CPM-നും കേരള കോൺഗ്രസും മത്സരിക്കുന്ന സീറ്റുകളിൽ കേരള കോൺഗ്രസിനുമാണ് സ്വാധീനം കൂടുതലുള്ളത്. അതുകൊണ്ട് ആ നിലയിൽ അങ്ങനെ ഒരു വെച്ചുമാറ്റം CPM-ആയിട്ട് നടത്തേണ്ടതില്ല, അതിൻ്റെ ആവശ്യമില്ല എന്ന് രണ്ട് കൂട്ടരും കൂടി തീരുമാനിച്ചു. ഇനി CPI-യുമായി വേണമെങ്കിൽ കേരള കോൺഗ്രസ് എമ്മിന് ഏതെങ്കിലും സീറ്റുകളിൽ രണ്ട് കൂട്ടർക്കും സമ്മതത്തോടുകൂടി ഉഭയകക്ഷി ചർച്ച നടത്തി അത് സ്വീകരിക്കാവുന്നതാണ്. അത് ഞങ്ങളും അതിനോട് യോജിച്ചിട്ടുണ്ട്. അതാണ് സ്ഥിതി. അതുപോലെ തന്നെ മറ്റ് നിയമസഭ തദ്ദേശ സ്വയംഭരണ ബന്ധപ്പെട്ട മറ്റ് സീറ്റ് കാര്യങ്ങളിലൊക്കെ തന്നെ ഏതുവരെ എത്തിയിട്ടുണ്ട് ഒരുക്കങ്ങളൊക്കെ കേരള കോൺഗ്രസ് എമ്മിൻ്റെ? ചുരുക്കം ചില സീറ്റുകൾ മാത്രമേ ചെറിയ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള അഡ്ജസ്റ്റ്മെൻറ്റും തർക്കങ്ങളുള്ളൂ. അതെല്ലാം ഞങ്ങൾ ഡിസ്കസ് ചെയ്തു. എല്ലാം ഫൈനലൈസ് ചെയ്തിട്ടില്ല, എങ്കിലും അമിക്കബിളായി എല്ലാം തീർക്കത്തക്ക വിധത്തിലുള്ളൊരു ചർച്ചയാണ് നടന്നിട്ടുള്ളത്. ഒരവസരം LDF-ന് അതാണ് ഏറ്റവും സന്തോഷകരമായ കാര്യം. എല്ലായിടത്തും സീറ്റുകൾ കൂടുതൽ ചോദിച്ചു എന്നുള്ളത് തന്നെയല്ലേ? അതുകൊണ്ട് എല്ലാ ജില്ലകളിലും തീർച്ചയായിട്ടും സീറ്റുകൾ കൂടുതൽ ചോദിച്ചിട്ടുണ്ട്. അതിൻ്റെ പരിഗണന എല്ലാ ജില്ലകളിലും ഞങ്ങൾക്ക് ലഭിക്കുമെന്ന് തന്നെയാണ് കരുതുന്നത്. നമുക്ക് ന്യായമായി ലഭിക്കേണ്ട സീറ്റുകൾ തീർച്ചയായിട്ടും അത് ലഭിക്കുമെന്ന് തന്നെയാണ് കേരള കോൺഗ്രസിൻ്റെ വിശ്വാസം. കോട്ടയം ഇല്ലാതെ മറ്റെവിടെയെങ്കിലും ജില്ലാ പഞ്ചായത്തുകൾ നമ്മൾ അധികം ആവശ്യപ്പെട്ടിട്ടുണ്ടോ? കോട്ടയം അല്ലല്ലോ, പിന്നെ എല്ലാ ജില്ലകളിലും ജില്ലാ പഞ്ചായത്ത് നമുക്ക് മത്സരിക്കാനുണ്ട്. ചില സ്ഥലങ്ങളിലൊക്കെ കൂടുതൽ സീറ്റ് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ പത്തനംതിട്ട ഒക്കെ ഓരോ സീറ്റ് കൂടുതൽ ആവശ്യപ്പെട്ടുള്ള സ്ഥലങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതൊക്കെ തീർച്ചയായിട്ടും അതിന് പരിഹാരമുണ്ടാകും എന്ന് തന്നെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിലേക്ക് എത്തുമ്പോൾ, അതായത് കേരള കോൺഗ്രസ് എമ്മിൻ്റെ ഒരു വരവോടുകൂടിയാണ് ഒരു മാറ്റം ഉണ്ടാകുന്നത്. അപ്പോൾ അത് ഈ തെരഞ്ഞെടുപ്പിലും തുടരാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. എങ്ങനെയാണ്? 100% തുടരാൻ കഴിയും. നമ്മൾ കേരള കോൺഗ്രസ് വന്നതോടുകൂടി ഉണ്ടായിട്ടുള്ള മാറ്റം, പ്രത്യേകിച്ച് ഇടുക്കി, കോട്ടയം, പത്തനംതിട്ട ജില്ലകളിൽ വലിയ രാഷ്ട്രീയ മാറ്റമല്ലേ ഉണ്ടായിട്ടുള്ളത്. അതെല്ലാം UDF ഭരിക്കുന്നതായിരുന്നല്ല, ഇപ്പോൾ LDF ഭരിക്കുന്നത്. അതേ നില തുടരുകയും നില മെച്ചപ്പെടുത്തുകയും ചെയ്യുമെന്ന് തന്നെയാണ് എനിക്ക്. പ്രത്യേകിച്ചിപ്പോൾ മുഖ്യമന്ത്രി നടത്തിയിട്ടുള്ള പ്രഖ്യാപനങ്ങളൊക്കെ വളരെ എഫക്റ്റീവാണ്, വളരെ ഗുണകരമാണ്. ഈ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ച് നമ്മുടെ മുന്നണിക്ക് വളരെ സഹായകരമാണ്. ആ നിലയിൽ കൂടുതൽ മെച്ചപ്പെട്ട റിസൾട്ട് ഉണ്ടാക്കാൻ കഴിയുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നാളത്തെ ചർച്ചയിൽ അനുകൂലമായിട്ടുള്ളൊരു തീരുമാനം ഉണ്ടാവും തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അല്ല, നാളെ താമസിക്കാതെ തന്നെ, വൈകിയല്ല, താമസിക്കാതെ തന്നെ എല്ലാ കാര്യങ്ങൾക്കും പരിഹാരം ഉണ്ടാകും. ഒരുമിച്ച് ഒറ്റക്കെട്ടായി നോമിനേഷൻ കൊടുത്ത് മത്സരിക്കും. ഈ സ്ത്രീകളുടെ പകുതിയോളം സ്ത്രീകളാണ് എല്ലാവരുടെയും മത്സരിക്കുന്നത്. വനിതാ സംവരണം വന്നിട്ടുണ്ട്. അത് ഏതെങ്കിലും തരത്തിൽ പാർട്ടിക്കൊരു ക്ഷീണമാവുന്നു അല്ലെങ്കിൽ പ്രതിസന്ധി ആവുന്നുണ്ടോ ഈ സീറ്റ് ആളുകൾ തീരുമാനിക്കുന്നതിലൊക്കെ? ഇല്ല, അത് ഒരു കാരണവശാലും അത് പ്രതിസന്ധിയായിട്ട് കേരള കോൺഗ്രസിന് വന്നിട്ടില്ല. അതാണ് അതിൻ്റെ പ്രത്യേകത. എന്ന് പറഞ്ഞാൽ ആ സീറ്റുകളൊക്കെ നമുക്ക് മത്സരിക്കാൻ വനിതാ നേതാക്കന്മാരുണ്ട്. കാര്യം ശരിയാണ്, കുറേ കൂടുതൽ സീറ്റുകൾ വനിതയായിട്ടുണ്ട്. ചില മേഖലകളിൽ കൂടുതൽ അടുത്തടുത്ത സീറ്റുകൾ വനിതയായി. പക്ഷേ നമുക്കൊന്നും അതിന് ബുദ്ധിമുട്ടില്ല. ആ സീറ്റുകളിലൊക്കെ മത്സരിപ്പിക്കാൻ യോഗ്യരായിട്ടുള്ള, ജയിക്കാൻ സാധ്യതയുള്ള സ്ഥാനാർത്ഥികൾ കേരള കോൺഗ്രസ് എമ്മിനും LDF-നും ഉണ്ടെന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. അതുകൊണ്ട് അതൊരു പ്രതിസന്ധിയേ അല്ല.
പ്രശ്നമേ അല്ല. എന്തായാലും തികഞ്ഞ വിജയപ്രതീക്ഷയിൽ തന്നെയാണ് കേരള കോൺഗ്രസ് എം ഉള്ളത്. ഒപ്പം തന്നെ ഈ അധികം കോട്ടയം ജില്ലാ പഞ്ചായത്തിലേക്കുള്ള അധികം സീറ്റും എൽ ഡി എഫിൽ നിന്നും ലഭിക്കും എന്നൊരു പ്രതീക്ഷയിൽ തന്നെയാണ് കേരള കോൺഗ്രസ് മുന്നോട്ട് പോവുകയും ചെയ്യുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് രഞ്ജിത്ത് കളത്തിപ്പടിക്കൊപ്പം റിപ്പോർട്ടർ അഖിൽ, ഇൻ റിപ്പോർട്ടർ, കോട്ടയം.